ഹലോ, ഞാനൊരു കാര്യം പറയാനാണ് വന്നത്. നമ്മുടെ ഈ വയനാട്ടിലെ ദുരന്തം നടന്നതിൽ ഒരു ചെക്കൻ, എന്താ പറയുക, അവനെ മനുഷ്യനാണെന്ന് പറയാൻ പറ്റില്ല. ഏതോ ഒരു മൃഗത്തിൻ്റെ ജന്മം കളിയാക്കിയിട്ട് ചിരിക്കുന്നുണ്ടായിരുന്നു ആ മേഷ് കരഞ്ഞതിൽ. ഹൃദയമുള്ളവർക്കല്ലേ കരയാൻ കഴിയുള്ളൂ. ഹൃദയമില്ലാത്ത മനുഷ്യനായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ അവൻ കരയും എന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട. അതായത് ഹൃദയമുള്ള മനുഷ്യർക്കാണ് മനുഷ്യരെ ചേർത്ത് പിടിക്കാനും മനുഷ്യരുടെ സങ്കടങ്ങൾ കണ്ട് കരയാനും തോന്നുന്നത് ഹൃദയമുള്ളവർക്കാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഈ ചെക്കൻ ഇനിയിപ്പോൾ ഇങ്ങനെ ചെയ്തു പറഞ്ഞിട്ട് അവരുടെ അച്ഛനെയും അമ്മനെയും പറയണ്ട. കാരണം ഒരുപാട് നല്ല അച്ഛനും അമ്മമാർക്ക് ഇതുപോലെയുള്ള മക്കൾ ജനിക്കും. നമ്മൾ അവരുടെ അച്ഛനെയും അമ്മനെയും പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ ചെയ്യുക? ഇത്രയും തലയ്ക്ക് സുഖമില്ലാത്ത ഒരു ചെക്കൻ ഈ മാഷ് ഇങ്ങനെ കരയണത് കണ്ടിട്ട് കളിയാക്കണമെങ്കിൽ അതിന് മാനസികമായിട്ട് എന്തെങ്കിലും ഉണ്ടാകുമായിരിക്കും. ഇനിയിപ്പോൾ ഈ മീഡിയയിൽ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ വീട്ടുകാർ ചിലപ്പോൾ അതിനെ സൈക്കാട്രിസ്റ്റിനെ കൊണ്ടുപോയിട്ട് കാണിക്കുമെന്ന് നമ്മൾ ജനങ്ങൾ പ്രതീക്ഷിക്കാം. അല്ലാതെ ഇതൊക്കെ എന്താ പറയുക? ആ മുലപ്പാൽ കൊടുക്കണമെന്ന് പറഞ്ഞതിൽ 2-3 അതും ഞങ്ങൾക്ക് തരുമോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഈ സമൂഹത്തിൽ ഒരു 100 പേരിലെ ഒരു 80 നല്ല ആൾക്കാർ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. 10-20 ഇതുപോലെ കീടങ്ങളും ഉണ്ടാവുമായിരിക്കും. അപ്പോൾ നമ്മൾ ഈ കീടങ്ങളിനെ എല്ലാം അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ ഇതാക്കുക. അവൻ എന്നിട്ട് ലാസ്റ്റ് മാപ്പ് പറഞ്ഞു, ലൈക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അതിന് എത്രയോ കാര്യങ്ങളുണ്ട്. നമ്മൾ നല്ലത് പറയുക. ലൈക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ പൊട്ടത്തരമല്ല, അവൻ്റെ തെമ്മാടിത്തരം തന്നെ അതിന് പറയണം. തെമ്മാടിത്തരം കാണിച്ചിട്ട് ലൈക്കും ഇതൊക്കെ കിട്ടിയിട്ട് ആ പൈസ വാങ്ങിയിട്ട് അവൻ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ വിഡ്ഢിയാണെന്നാണ് ഞാൻ പറയുന്നത്. വെറുതെ നമ്മൾ അവരുടെ അച്ഛനെയും അമ്മനെയും ഒന്നും പറയണ്ട. കാരണം നല്ല അച്ഛനും അമ്മയ്ക്ക് ഇതുപോലെയുള്ള ചേട്ട മക്കൾ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവനെ മാത്രം പറയണം എന്നാണ് എൻ്റെ. ഇല്ലെങ്കിൽ കിട്ടിയാൽ കയ്യൊക്കെയുള്ളവർ 2 കൊടുത്തിട്ട് വിടുക. അതാണ് എൻ്റെ ഒരു ശരി എന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾക്ക് ഓരോ വ്യക്തികളും 10, 400, 500 പേര്, എന്താ പറയുക, അതൊന്നും ഞാൻ ദിവസങ്ങളായി ഞാൻ ഭയങ്കര വിഷമത്തിലാണ്. ഓരോ മനുഷ്യനും തിരിച്ചറിയാൻ പറ്റാതെ അവരവരുടെ ബന്ധുക്കാർ, സ്വന്തക്കാർ എല്ലാവരും ആ നാടൊന്നില്ലാതായി എന്ന് പറയുമ്പോൾ ഇനി ആ നാടിനെ ഒരു നാടാക്കി എടുക്കണമെങ്കിൽ ഭയങ്കര കഷ്ടപ്പാടാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണത്. എങ്കിൽ പോലും നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ വേദനയിൽ പങ്കുചേരുക. അവർക്കൊരു കൈ താങ്ങായി എല്ലാവരും കൈകോർത്ത് നിൽക്കുക. അവർക്ക് വേണ്ടി, മരിച്ചവർക്ക് വേണ്ടിയും ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയും കൈകോർത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഇതൊക്കെയല്ലേ നമ്മൾക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ഒന്നും കൊടുക്കാത്തവർക്ക് അതിനെ കഴിയുള്ളൂ. ദൈവത്തെ വിളിക്കുക. മരിച്ചവർക്ക് നിത്യശാന്തി നേരാൻ ഇനി ബാക്കിയുണ്ടെങ്കിൽ അത് കിട്ടി അവരുടെ ബന്ധുക്കാർക്ക് ഒരു കണ്ണ് കാണാൻ ഒക്കെ ആയിട്ട് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അതാണ് അതിൻ്റെ ശരി. അല്ലാതെ അതിനെ വെച്ച് കുറേ മെൻ്റലാണെന്ന് കണക്കാക്കിയാൽ മതി ഇവരിനെയൊക്കെ. ഒരു ദുഃഖം വരുമ്പോൾ ആ ദുഃഖത്തിൽ ചിരിക്കുന്നവരിനെയെല്ലാം നമ്മൾ മെൻ്റലിൻ്റെ, അതായത് ഭൂമിയിൽ അവർക്ക് തലയിൽ ഒന്നുമില്ല എന്നുള്ള ഒരിതുണ്ടല്ലോ, എന്താണെന്ന് അറിയണില്ല. അപകടമാണോ സന്തോഷമാണോ അതാണോ ഇതാണോ എന്ന് റോട്ടരികിലൊക്കെ എത്രയോ മെൻ്റലായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ. അതിലൊരു രോഗി കണക്കാക്കിയാൽ മതി. വെറുതെ നമ്മൾ അവരുടെ അച്ഛനെയും അമ്മനെയും ആരും കുറ്റം പറയരുത്. പക്ഷെ അവർ നല്ല ആൾക്കാരായിരിക്കാം ഒരു സമയം, മനസ്സിലാവുണ്ടോ? അപ്പോൾ അതുകൊണ്ട് ആരെയും ഈ ലോകത്തിൽ ഒന്നുമില്ലടോ, ഒന്നും കൊണ്ടുപോകാനും ഇല്ല, ഒന്നുമില്ല. വെറുതെ എന്തെങ്കിലുമോ നമ്മൾ കാട്ടിക്കൂട്ടുന്നു. ഈ ജീവിതം എന്ന് പറയുന്നത് ഇത്രയൊക്കെയേ ഉള്ളൂ. ഉറങ്ങിയാൽ എണീക്കുമോ, എണീച്ചാൽ ഇനി ഉറങ്ങാൻ പോകുന്നത് ഉണരാത്ത ഉറക്കമാണോ എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ എല്ലാവരും ദൈവത്തിനെ വിളിക്കുക, നല്ലത് ചെയ്യുക, നല്ലത് പറയുക, നല്ലത് പ്രവർത്തിക്കുക. അപ്പോൾ ഓക്കെ, ബൈ.